ആ സുഹൃത്തുക്കളെ, ഈ വരുന്ന ഫെബ്രുവരി 6-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി 6-ാം തീയതി ശുക്രൻ മാറുകയാണ്. രാത്രി 1:15 കൂടിയാണ് ശുക്രൻ മാറുന്നത്. അപ്പം ശുക്രൻ മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലോട്ടാണ് മാറുന്നത്. അപ്പം ഈ കുംഭൻ രാശിയിലോട്ട് മാറുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഏതൊക്കെ രീതിയിലൊക്കെ എങ്ങനെയൊക്കെ നന്നായിരിക്കും എന്ന് നോക്കാം. കാരണം ശുക്രൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ്. ഈ 9 ഗ്രഹങ്ങളിൽപ്പെട്ട് ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഗ്രഹമാണ്, വാരിക്കോരി തരുന്ന ഒരു ഗ്രഹമാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത്. അപ്പം ഈ ശുക്രൻ എന്താണെന്ന് ആദ്യം നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഈ ശുക്രൻ നെഗറ്റീവായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുത്തരും. ഇപ്പം വയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ, നമ്മുടെ ഈ പറഞ്ഞ ജെനിറ്റൽ ഓർഗൻസ്, നമുക്ക് ലൈംഗിക അവയവങ്ങൾക്ക് പല രീതിയിലുള്ള അസുഖം, മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം അങ്ങനെ പല അസുഖങ്ങളും കൊണ്ട് തരുന്നതാണ്. പക്ഷേ ഒരു പോസിറ്റീവായി നിന്ന് കഴിഞ്ഞാൽ വളരെ ഏറ്റവും നല്ല ഗ്രഹമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വാസ്തുപരമായിട്ടും ന്യൂമറോളജി പ്രകാരമായിട്ടും സിമ്പിളായിട്ടും നിങ്ങൾക്ക് ശുക്രനെ അറിഞ്ഞിരിക്കണം, ശുക്രൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാൻ, കാരണം മലയാളത്തിൽ തന്നെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വന്നു കാണില്ല, മലയാളത്തിലല്ല ഇന്ത്യയിലെന്ന് വേണമെന്നവർ പറയാം. അത്ര നമ്മുടെ ഓരോ രീതിയിലും ഓരോ കാര്യത്തിനും ഓരോ ചാർട്ട് ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ഇത് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ അത്ര ആ ഒരു പ്രൊഫഷണലിസം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ അറിയാനും എടുക്കാനും ഒക്കെ ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ശുക്രനെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ശുക്രൻ്റെ ആയിട്ടുള്ള മിത്രഗ്രഹങ്ങൾ, ശത്രുഗ്രഹങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മിത്രഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ ഇതിൻ്റെ മിത്രഗ്രഹമാണ്. അതുപോലെ ശനി മിത്രഗ്രഹമാണ് ശുക്രൻ്റെ. അതുപോലെ ഗുരു മിത്രഗ്രഹമാണ്. ഇൻ സം കേസ് രാഹു എക്സെപ്ഷൻ കേസാണ്, രാഹു മിത്രഗ്രഹമാണ്. അതായത് നല്ല രാഹു, അഴുക്ക് രാഹു ഉണ്ട്, രാഹുവിൻ്റെ പൊസിഷനുണ്ട്. അത് രാഹുവിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള ഇത് കിട്ടും. അപ്പം ഇവിടെ നോക്കുമ്പോൾ നല്ല രാഹു ശുക്രൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി, ഒരുപാട് പ്രോപ്പർട്ടി, ഒരുപാട് സമ്പത്ത്, ഒരുപാട് ധനവും ഒക്കെ കൊണ്ട് തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ശുക്രൻ നമ്മുടെ ബർത്ത് ചാർട്ടിൽ പല പൊസിഷൻ 1, 2 അങ്ങനെയൊക്കെ പല പൊസിഷനൊക്കെ നിൽക്കുന്നവർക്ക് വളരെ നല്ലതാണ്. 11 അങ്ങനെയൊക്കെ ഒരു പൊസിഷനുണ്ട് ഓരോന്നിനും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചില പൊസിഷനൊക്കെ നിന്ന് വളരെ നമുക്ക് ഒരുപാട് സമ്പത്തും കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ ഇങ്ങനെയുള്ള നല്ല രാഹുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ. എന്നാൽ ചില ആൾക്കാർ കേതു കയറി കണക്റ്റ് ആവും. കേതു അതേ സമയത്ത് കയറി കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ടുള്ള നമുക്ക് മീൻസ് അങ്ങനെയുള്ള വലിയ പ്രോപ്പർട്ടിയും കാര്യങ്ങളും വരികയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കേതുവിനെ പോസിറ്റീവ് ആക്കേണ്ട റെമഡി, അപ്പോൾ ഇങ്ങനെയുള്ള റെമഡി കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ ഒടുവിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പം ഈ നല്ല പ്ലാനറ്റിനെ പറ്റി പറഞ്ഞു, മിത്രഗ്രഹങ്ങളെ. ഇപ്പം നമ്മളിവിടെ ശത്രുഗ്രഹങ്ങളെന്ന് പറയുന്ന സംഭവമാണ്. ഈ ശത്രുഗ്രഹങ്ങൾ ഏതാണെന്ന് നോക്കണം. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 6, 8 ഈ 6ഉം 8ഉം ഒക്കെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ശത്രുഗ്രഹങ്ങൾ നമ്മൾ നോക്കണം. ഈ മിത്രഗ്രഹങ്ങളെ നമ്മൾ പറഞ്ഞു, ശത്രുഗ്രഹങ്ങൾ വെരി ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ശത്രുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ശത്രുവാണ്, കേതു ശത്രുവാണ്, സൂര്യശത്രുവാണ്. ഈ ചന്ദ്രൻ എന്ന നമ്മുടെ ന്യൂമറോളജി പ്രകാരം 2ആണ്, നമ്പർ 2. അതുപോലെ കേതു നോക്കിക്കഴിഞ്ഞാൽ 7ആണ്. അപ്പം അതുപോലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ 1ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം മൊബൈൽ നമ്പറിൽ പോലും നമുക്കിപ്പോൾ പറഞ്ഞ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്പർ 2, കേതു എന്ന് പറഞ്ഞാൽ നമ്പർ 7, സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്പർ 1. അപ്പം അതുപോലെ ഇനി ശുക്രൻ്റെ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ 6 ആണ്. അപ്പോൾ ഈ 6 എന്നുള്ള നമ്പറിൻ്റെ കൂടെ 1ഉം 6ഉം വന്നോ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഇന്റേണൽ കോമ്പിനേഷനാണ്. അടുപ്പിച്ച് 1, 6 എന്നുള്ള ഒരു കാരണവശാലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അതുപോലെ 6, 7 അതായത് കേതുവും ശുക്രനും കൂടെ അടുപ്പിച്ച് വരിക, അപ്പോഴും നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അതുപോലെ ഈ പറഞ്ഞ ചന്ദ്രൻ്റെ നമ്പർ 2, അപ്പോൾ 2, 6 അതായത് 6, 2 ഇങ്ങനെയുള്ള കോമ്പിനേഷൻ വന്നാലും പല രീതിയിലുള്ള ഇമ്പാക്റ്റ് വരും. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കണ്ടിന്യൂഷനായിട്ട് വരുമ്പോൾ അത് പറഞ്ഞുതരാം. അപ്പം അതിനു മുമ്പ് നമുക്ക് ഈ പറയുന്ന ശുക്രന് ഏതൊക്കെ ഹൗസിലാണ് നല്ലതെന്ന് നമുക്ക് നോക്കണം. ഈ നല്ലത് നോക്കിക്കഴിഞ്ഞാൽ 6ഉം 8ഉം ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലതാണ്. ഇപ്പോൾ 6ഉം 8ഉം പാടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഇത്രയാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഇതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഹൗസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ.
ഇനി നമ്മളിപ്പോൾ സപ്പോസ് വാസ്തുപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷൻ, അത് അഗ്നികോണം എന്ന് പറയും. അഗ്നികോണിനെ ഭരിക്കുന്ന ശുക്രനാണ്, വീനസാണ്. അപ്പോൾ ഈ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അഗ്നികോണിലെ കിച്ചണ് വരുന്നത് നല്ലതാണ്. വേറെയും പൊസിഷനുണ്ട്. പക്ഷെന്നുവരിൽ ഈ വെള്ളത്തിൻ്റെ അഗ്നി എന്ന് പറഞ്ഞാൽ എപ്പോഴും തീയാണ്. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ഒക്കെ കണക്ഷനൊക്കെ പ്രോപ്പറായിട്ട് വേണം യൂസ് ചെയ്യാൻ. കാരണം വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അഗ്നിയെ കെടുത്തുന്നതാണ്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു റോങ് ആയിട്ടുള്ള ചില കിച്ചണ് പ്രശ്നങ്ങൾ അല്ലെന്നൊരു അവിടെ ഈ ഒരു ഡയറക്ഷനിൽ പ്രത്യേകിച്ച് ഈ കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിൽ ടോയ്ലറ്റ് വരുവാന്ന് വെച്ചു. ഈ ടോയ്ലറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള വയറുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇങ്ങനെയുള്ള ജെനിറ്റൽ ഓർഗൻസ്, ഇങ്ങനെയുള്ള നമ്മുടെ ലൈംഗിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങളും, വയറിന് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ, ഈവൻ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഈ കേതുവൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കേതുവല്ല രാഹു ഈ പറയുന്ന ശുക്രനൊക്കെ കണക്ട് നിന്ന് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈവൻ ക്യാൻസർ പോലും ഉണ്ടാകാനുള്ളൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള വയറിനകത്ത് പ്രത്യേകിച്ച്. അപ്പം ഇങ്ങനെ ഓരോന്നും നമുക്കറിയാനുള്ള ഒരു സംവിധാനം എല്ലാം മെഡിക്കൽ അസ്ട്രോളജിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾ കേൾക്കും, അതിൻ്റെ കുറച്ച് പറഞ്ഞു തരാൻ പറ്റും. എല്ലാം കൂടെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു വീനസ്, അതായത് ശുക്രനാണ് ഈ ഒരു പറഞ്ഞ കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷന്. അപ്പോൾ അതിൻ്റെ അടുത്ത ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് അല്ലെന്നേരിയിൽ സൗത്ത്, അതുപോലെ സൗത്തിനെ ഭരിക്കുന്നത് ചൊവ്വയാണ്. അപ്പോൾ ഈ ചൊവ്വയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഓരോ ഡയറക്ഷൻ്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ശുക്രന് ഈ ഒരു ഡയറക്ഷനാണ്, കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനാണ് ശുക്രൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലെ ടോയ്ലറ്റോ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഒഴിവാക്കുക. എന്ന് പറഞ്ഞാൽ ആർഭാടമാണ്, സമ്പത്താണ്, ലക്ഷറിയാണ്, പാട്ട്, ഡാൻസ്, ബാറ്, അഭിനയം അല്ലെന്നൊരു ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ടത്. അതേമാതിരി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ അതുപോലെ ഫിലിം ഫീൽഡുമായിട്ടുള്ള എഡിറ്റിംഗ് ഫിലിം ഫീൽഡ്, അങ്ങനെയുള്ള ബെഡ്റൂം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി, ഈ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഈ വീട്, വണ്ടി, സമ്പത്ത് എല്ലാം വാരിക്കോരി തരുന്ന ഒരു ഗ്രഹമാണ് ഈ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്, എങ്ങനെ ശുക്രനെ പോസിറ്റീവ് ആക്കാമെന്നുള്ള. അപ്പോൾ ആ റെമഡി കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം ഈ വീഡിയോയുടെ പല ഇമ്പോർട്ടൻറ്റ് പോയിന്റും കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഫോർവേഡ് അടിച്ച് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം പല വെനേറിയൽ ഡിസീസ്, ലൈംഗികമായിട്ടുള്ള ഇങ്ങനെയുള്ള പല ട്രാൻസ്മിറ്റബിൾ ഡിസീസ്, ഓവറിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഫീമെയിൽസിന് അല്ലെന്നൊരു ആണുങ്ങൾ കാണുന്ന ഒരു സ്പേംസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളത്, ഐസ്, നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിൽ, അതുപോലെ ഈ സിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത, ഒവേറിയൻ സിസ്റ്റ്, അതുപോലെ നെർവ്സ് ഡിസോർഡർ. അപ്പം അത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് ശുക്രൻ നെഗറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ ഒബിസിറ്റി എന്ന് പറയുന്ന ഒബിസിറ്റി, അതുപോലെ ഹൈ ഷുഗർ, ചില കുട്ടികൾക്കൊക്കെ പോലും ഷുഗർ വരാറുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു ശുക്രൻ നെഗറ്റീവായി ഇരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള പല പ്രശ്നങ്ങളും വരുമെന്നുള്ളതുകൂടെ മനസ്സിലാക്കും. ഈ ബർത്തിയായിട്ട് ശുക്രദശ നടക്കുന്ന ആൾക്കാർക്ക് ഈ ശുക്രമാറ്റം കൂടെ വരുമ്പോൾ കുറെ കൂടെ അനുകൂലമായിട്ടുള്ള നല്ലതായിട്ടുള്ള ഒരു 10 ടൈംസ് ഗുണം കൂടെ വരുമെന്നുള്ള കാര്യം കൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരു ബ്യൂട്ടി, ഫാഷന്, അല്ലെന്നൊരു ജുവലറി റിലേറ്റഡ് ആയിട്ടുള്ള ലക്ഷറി, കംഫോർട്ട്, ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈല്, ഹോസ്പിറ്റാലിറ്റി, അല്ലെന്നൊരു വെൽനെസ്, അതുപോലെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ളത്, ഈ ഇങ്ങനെയൊക്കെ ഉള്ള ഇൻഡസ്ട്രി എല്ലാം ഈ ഒരു ശുക്രൻ്റെ ആയിട്ടുള്ള ഭാഗമാണ്. നമ്മളിപ്പം അതുകൊണ്ട് ഈവൻ ചില ഇൻഡസ്ട്രി പോലും നമ്മൾ എടുക്കുമ്പോഴേ അവിടെ ലൈസൻസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പല നെയിമൊക്കെ സെലക്ട് ചെയ്തിട്ട് ന്യൂമറോളജി പ്രകാരം എടുക്കേണ്ടതായിട്ടുള്ള കാര്യം വരും. ഇപ്പം തന്നെ അമിതാഭ് ബച്ചൻ്റെ ഒക്കെ ബർത്തിയാട്ടത്തിൻ്റെ 2 C ഉണ്ട്, അവർ നെയിം അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പല നടന്മാരും ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെല്ലാം ഒരുപാട് ആൾക്കാർ നെയിം അലൈൻമെൻറ്റ്, ബ്രാൻഡ് അലൈൻമെൻറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ ഇപ്പം പറയാം. നിങ്ങൾക്ക് അറിയാം, പലരും കേട്ടിട്ടുള്ളതാണ് VLCC എന്ന് പറയുന്ന വൺ ഓഫ് ദ ഫേമസ് ബ്രാൻഡാണ്. ഇതിൻ്റെ നമ്പർ 15 ആണ്. 15 എന്ന് പറഞ്ഞാൽ 15, അതായത് 1 എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബുധനാണ്. ഈ 1ഉം 5ഉം കൂടി 6 ഉണ്ടായി. 6 എന്ന് പറഞ്ഞാൽ അവിടെ വീനസ് ആണ്, ലക്ഷറിയുടെ ഗ്രഹമാണ്. അപ്പോൾ VLCC, അപ്പോൾ VLCCയുടെ നമ്പർ 6 ആണ്. അതുപോലെ ജിൻഡാൽ സ്റ്റീൽ, നിങ്ങൾക്കെല്ലാം അറിയാം, വൺ ഓഫ് ദ ഫേമസ് ബ്രാൻഡ് ഇൻ ഇന്ത്യ.
അത് ജിൻഡാൽ സ്റ്റീൽ 6 അതുപോലെ ഒബ്രോയ് ഹോട്ടൽ, വൺ ഓഫ് ദ ഫേമസ് ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ വലിയൊരു ഫേമസ് ബ്രാൻഡ് ഒബ്രോയ്. അപ്പോൾ അത് ഈ 6 മാർട്ട് വീനസ് മാർട്ട് അലൈൻ ചെയ്തേക്കുന്നത്. ടൈറ്റാൻ എന്ന് പറഞ്ഞ വാച്ച് 6 ആണ്. അപ്പം ഇങ്ങനെ 1.5 ആണ്. അത് 1ഉം 5ഉം വെച്ച് അലൈൻമെൻറ്റ് ചെയ്തിട്ടാണ്. ലാക്മി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ബ്രാൻഡുണ്ട്, നിങ്ങൾക്കറിയാം, ഈ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കാനുള്ള ആ ഒരു സംഭവമൊന്നും 1.5 ആണ്, അതെന്ന് പറഞ്ഞാൽ 6 ആണ്. അതുപോലെ DLF നിങ്ങൾക്കറിയാം, ഫേമസ് കൺസ്ട്രക്ഷൻ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് 1.5 DLF. അപ്പം അതും 6 ആണ്. അപ്പം ജിൻഡാൽ സ്റ്റീൽ പറഞ്ഞു ഓൾട്ടോ വണ്ടി ഇത് നമ്പർ 156 ആണ്. അപ്പം ഇങ്ങനെ ലാക്മി, ടൈറ്റാൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ന്യൂമറോളജി ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ കാര്യം. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ടാറ്റ നാനോ എന്ന് പറഞ്ഞ ഒരു വണ്ടിയുണ്ട്. ടാറ്റ എന്ന് പറഞ്ഞാൽ 1 നാനോ എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പം ഈ 1 8 എന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞാൽ ശനിയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ടാറ്റയുടെ ഒരു വലിയൊരു വിഷനായിരുന്നു ഇരിക്കുന്ന സംഭവം നല്ല രീതിയിൽ എത്തിക്കണം. എന്നിട്ട് പോലും ഈ ഒരു ഇൻഡസ്ട്രി അത്ര എത്താതായി പോയതിൻ്റെ റീസൺ പോലും ഈ ഒരു 1ഉം 8ഉം ഉള്ളൊരു കോമ്പിനേഷനാണ്. അതായത് ചില ആൾക്കാരുടെ ബർത്ത് ചാർട്ടിൽ പോലും 1ഉം 8ഉം കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചില ആൾക്കാർ ദുർമരണങ്ങൾ, പ്രശ്നങ്ങൾ. കാരണം ഫസ്റ്റ് നെയിം 1ഉം 8 ശനിയാണ്. അപ്പം ഇങ്ങനെ സെക്കൻഡ് നെയിം 8ഉമായിട്ടൊക്കെ വരും, അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം 8ഉമായിട്ടുള്ള സംഭവങ്ങൾ, സെക്കൻഡ് നെയിം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു സിമ്പിളായിട്ട് എടുക്കൽ പലതും അതിൻ്റെ ആയിട്ടുള്ള കാര്യവിവരത്തോടൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടാറ്റ പോലും അവരുടെ ടാറ്റ കർവ് എന്ന് പറയുന്ന ഒരു വണ്ടിയുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് ടാറ്റ കർവ് എന്നൊക്കെ ആക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ആ ഒരു ന്യൂമറോളജിയുടെ ആയിട്ടുള്ള കർവ് CURVV എന്നാണ് വേണ്ടുന്നത്. പക്ഷെ അവർ CURVV എന്ന് പറയുന്ന അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കർവ്. അപ്പോൾ ടാറ്റ എന്ന് പറഞ്ഞാൽ 1ഉം 5ഉം കൂടെ കൂട്ടിയിട്ട് അങ്ങനെയാണ് 6 ആക്കിയത്. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം തന്നെ ടാറ്റ നാനോയുടെ ഈ പറഞ്ഞ് നശിച്ചു പോകാനുള്ള സിംഗൂറിൽ അവിടുന്ന് കൊണ്ടുപോയിട്ട് പിന്നെ നരേന്ദ്രമോദി ഗുജറാത്തിൽ സ്പേസ് കൊടുത്തു, എന്നിട്ട് പോലും എങ്ങും എത്താതെ പോയി. അപ്പോൾ അതിൻ്റെ ഉള്ള ഇമ്പോർട്ടൻസ് ഇതും പോട്ടെ. നിങ്ങൾക്ക് വേറെ 2-3 ട്രിക്ക് കൂടി ഇതിനകത്ത് പറഞ്ഞുതരാം. ഈ സപ്പോസ് നമ്മുടെ മൊബൈൽ നമ്പർ ഇപ്പം പറഞ്ഞ് രാഹുവിൻ്റെ ആണ് 4 4-6 കോമ്പിനേഷൻ വന്നെന്ന് വെച്ചു, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 2 ഇയേഴ്സിൽ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ UTI യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. എക്സ്ട്രാ മറൈറ്റൽ അഫെയർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചാൻസ് ഓഫ് ഇൻ്റർകാസ്റ്റ് മാരേജ്. അപ്പം ഈ 4-6 ഒക്കെ ഉള്ള അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. അതുപോലെ ഇപ്പം കേതുവിൻ്റെ പറഞ്ഞു 7 എന്ന് പറഞ്ഞു, 6-7 67 അല്ലെ 76 എന്നൊക്കെ ഉള്ള നിങ്ങളുടെ വൃത്തിയാട്ടിനകത്ത് അല്ലെന്നൊരു പ്രത്യേകിച്ച് ഈ മൊബൈൽ നമ്പറുകളൊക്കെയകത്ത് മൊബൈൽ നമ്പറിലൊക്കെ ഇങ്ങനെ കയറി വന്നു പറഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് മാരീഡ് ലൈഫ് ഡിസ്റ്റർബ് ആകുക. ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളും കോംപ്ലിക്കേഷന് നമ്മുടെ ഫാമിലി ലൈഫിൽ വന്നു ചേരാനുള്ള കാര്യങ്ങൾ, ചാൻസ് ഓഫ് ലവ് മാരേജ് വിത്ത് അങ്ങനെയുള്ള ഇത്, സ്പൗസിന് ഹെൽത്ത് ഇഷ്യൂ, വൈഫിന് ചിലപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. 8-6 കോമ്പിനേഷനാണ്. 8 എന്ന് പറഞ്ഞാൽ ശനിയാണ്. ഈ 8ഉം 6ഉം കൂടെ വന്നു കഴിഞ്ഞാൽ പറയുമ്പം കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള, കണ്ണിന് കാഴ്ചയുടെ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകാനുള്ള ഒരു പല സാധ്യതയുണ്ട്. അതുപോലെ ഇൻക്യൂബർ ഡിസീസ് ഇൻ എനി പാർട്ട് ഓഫ് ദ ബോഡി നമുക്ക് ചികിത്സിച്ച്, അതായത് മോഡേൺ വൈദ്യശാസ്ത്രത്തിന് ചികിത്സിച്ച് കണ്ടെത്താൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. അപ്പം ഞാൻ ഈ 6 മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ, ഈ ഒരു 6 റിലേറ്റഡ് ആയിട്ടുള്ള. കാരണം ശുക്രന് ഇങ്ങനെ ഓരോ നാളിനെ പറ്റി ഓരോന്നിനെയും പറ്റി പറയാനുണ്ട്. അപ്പം നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മൊബൈൽ ന്യൂമറോളജി അങ്ങനെയൊക്കെ ഉള്ള റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ വേണമെന്ന് വരും. നിങ്ങൾക്ക് 500 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ന്യൂമറോളജിയുടെ റിപ്പോർട്ട് കിട്ടും. റിപ്പോർട്ട് ഒരു 36 പേജുള്ള റിപ്പോർട്ട് PDF ആയിട്ട് വിട്ട് നമുക്കിതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് റിപ്ലൈ കിട്ടും. അല്ലെങ്കിൽ ഇതിനകത്ത് ഗൂഗിൾ പേ ഉണ്ട്. കാര്യങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ മൊബൈൽ ന്യൂമറോളജി ആയിട്ടുള്ള റിപ്പോർട്ട് കാര്യങ്ങൾ കിട്ടും. അതുപോലെ 2-6 അതായത് ചന്ദ്രനും ശത്രുവാന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രനും ശത്രുവാന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അവിടെ മെമ്മറിയുടെ കൂടെ ഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് മെമ്മറി, അതായത് ബാരിയർ ഇൻ സ്റ്റഡീസ്, നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്കൊക്കെ ഈ 2-6 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2-6 6-2 ഉള്ള കോമ്പിനേഷനുള്ള മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസത്തിൽ തടസ്സമുണ്ടാകും, വിദ്യാഭ്യാസത്തിന് പ്രശ്നങ്ങളുണ്ടാകും.
അതുപോലെ കുട്ടികൾ ഉണ്ടാകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അമ്മായിയമ്മയും അതായത് ഒരു മദർ ഇൻ ലോയുമായിട്ടുള്ള ലേഡീസൊക്കെ ആണെന്നെങ്കിൽ മദർ ഇൻ ലോ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളാണ്. കാരണം ഇവിടെ വീനസ് എന്ന് പറഞ്ഞാൽ ലേഡീസാണ് 12-24 അല്ലെന്നൊരിലും ഈ ലേഡീസിൻ്റെ റേഡിയേഷനിൽ പെട്ട ആംഗിളിലുള്ള 6 ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 മാറുന്ന ബാരിയർ ഇൻ സ്റ്റഡീസ് പഠിക്കാനൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കുട്ടികളാകുന്ന ഒരു കാരണവശാലും ഒരു നമ്പർ സജസ്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ എക്സ്ട്രാ മറൈറ്റൽ അഫെയർ ഉണ്ടാകാനുള്ളൊരു ചാൻസ്, അതുപോലെ അമ്മായിയും മരുമക്കളുമായിട്ട് ചേരാത്തതായിട്ടുള്ള സിറ്റുവേഷൻ, അട്രാക്ട് ഓപ്പോസിറ്റ് സെക്സ്, അതായത് ഓപ്പോസിറ്റ് ഉള്ള ഇതിൽപ്പെട്ടായിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു ടെൻഡൻസി വരിക, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളാണ്. അതുപോലെ 1-6 വന്നാലും ഇതുപോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പോസിൻ്റെ ഹെൽത്ത് ഇഷ്യൂ, വൈഫിന് ഹെൽത്ത് ഇഷ്യൂ വരാനുള്ള ഒരു ചാൻസ്, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം അതുപോലെ ഇൻകത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൂര്യനാണ്, 6 പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ശുക്രനാണ്. അപ്പോൾ 1-6 ആൻറ്റിയായിട്ട് 1-6 എഗെയിൻസ്റ്റ് ഉള്ള 2 പ്ലാനറ്റ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് 100% നമുക്ക് അതിന് പല രീതിയിലുള്ള ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. ഈ ഒരു കഥ പറയുമ്പോൾ നമുക്ക് ചില ആൾക്കാർ വിചാരിക്കും മണ്ടത്തരവാ ഫൂളിഷ്നെസ്സാണ് പറയുന്നതെന്ന്. കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം തന്നെ നമ്മുടെ ബർത്ത് ചാർട്ടിൽ 3.2 ഡിഗ്രി ബിലോ 3.2 ഡിഗ്രി ലഗ്നമായിട്ട് ചന്ദ്രൻ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ 1592610 3711 481 ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആംഗിളിൽ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ 100% ദേ വിൽ ബി സം സ്പെഷ്യൽ നീഡഡ് ചൈൽഡ്. എന്തെങ്കിലും നമുക്ക് അവർക്ക് എന്തെങ്കിലും ഉള്ള ഓട്ടിസം അസുഖങ്ങൾ ഉണ്ടായിരിക്കും. ലഗ്നവുമായിട്ട് 3.2 ഡിഗ്രി താഴെ ചന്ദ്രൻ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ വളരെ കെയർഫുള്ളായിരിക്കുക. ഇപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ സിമ്പിൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്കിവിടെ ചന്ദ്രനിൽ നിന്ന് ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, വിശ്വാസമില്ലാത്തവർക്ക്, ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലോട്ടും ഭൂമിയിൽ നിന്ന് സൂര്യനിലോട്ടും ഈ പറഞ്ഞ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെന്നൊരു നിങ്ങൾ യൂട്യൂബിലല്ല ഗൂഗിളിൽ അടിച്ച് നോക്കുക. എത്ര കിലോമീറ്റർ 108 ടൈംസ് ഓഫ് ഈ അതായത് ഭൂമിയുടെ ദൂരത്തെക്കാട്ടിലും അല്ല വലിപ്പത്തിൻ്റെ അല്ല ഈ പറഞ്ഞ സൂര്യൻ്റെ വലിപ്പത്തിൻ്റെ അല്ല ഡയമീറ്ററിൻ്റെ കൂടെ 108 ടൈംസ് വ്യാസത്തിൻ്റെ ഇവിടെ നിന്നുള്ള പ്രകാശവർഷമാണ് അവിടെ വരുത്താനുള്ള ദൂരം എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടും. അതുപോലെ 6666 എന്ന് പറഞ്ഞ സംഖ്യ നോർത്ത് നോഡ്, സൗത്ത് നോഡ്, അല്ലൊന്ന് ഈജിപ്റ്റിലെ പിരമിഡ്, ബെർമുഡ ട്രയാങ്കിൾ, ഇങ്ങനെയുള്ള ഒട്ടനവധി ഗ്രഹങ്ങളല്ല ഓരോ പ്ലേസുമായിട്ടും ബന്ധപ്പെട്ട് 6666 അല്ല ബെർമുഡ ട്രയാങ്കിളും കൈലാഷ് മൗണ്ടൻ, അങ്ങനെ അങ്ങനെയൊക്കെ ഈ ഒരു കോമ്പിനേഷൻ 6668 അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് എനർജി പാസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതിൻ്റെ കാര്യങ്ങളും ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു കുട്ടിക്കളിയായിട്ട് ചില ആൾക്കാരെടുത്തിട്ട് ഉഡ്ഡായിപ്പെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള ചില ഒരു എന്ന് പറഞ്ഞാൽ കമൻറ്റ് വരാറുണ്ട്. അങ്ങനെയുള്ള അറിവില്ലാത്ത ശിശുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ വേണ്ടിയാണ് ഈ ഒരു സംഭവം കൂടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള രീതിയിലുള്ള ഇമ്പോർട്ടൻസും കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുക. അതേമാതിരി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആർക്കെങ്കിലും നിങ്ങളുടെ ലഗ്നവും അല്ല കാര്യങ്ങളൊക്കെ അറിയാനോ ബാക്കിയുള്ള ബർത്ത് ചാർട്ട് എന്തെങ്കിലും നോക്കാനോ എടുക്കാനോ ഉണ്ടെന്നൊരിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രഡിക്ഷൻ വേണമെന്നൊരു കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് സിമ്പിൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യാതെ മീൻസ് നമുക്ക് ഒരു റിപ്പോർട്ടായിട്ട് തരാൻ പറ്റും. 50 പേജുള്ള ഒരു റിപ്പോർട്ട് തരാൻ പറ്റും. ജസ്റ്റ് ഓൺലി ഫോർ 200 റുപ്പീസ്, അതായത് 199 റുപ്പീസ് ഗൂഗിൾ പേ ചെയ്തിട്ട് നമുക്ക് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 പേജുള്ള ഒരു റിപ്പോർട്ട് തരുന്നതാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് മൊബൈൽ ന്യൂമറോളജിയുടെ 36 പേജുള്ള ഒരു റിപ്പോർട്ട് വേണമെന്നൊരു 500 റുപ്പീസാണ് അതിൻ്റെ ചാർജ്. 36 പേജുള്ള മൊബൈൽ ന്യൂമറോളജിയുടെ റിപ്പോർട്ട് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കാര്യങ്ങളെന്ന രീതിയിൽ അതായത് ബർത്ത് ചാർട്ടിൻ്റെ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ നാൾ വായിക്കുക, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങൾ അയക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേരും കൂടെ ഇത്രയും സംഭവം ഉണ്ടെന്ന് 200 രൂപ അല്ല 199 റുപ്പീസ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 പേജുള്ള ഈ ബർത്ത് ചാർട്ടിൻ്റെ റിപ്പോർട്ട് കിട്ടും. അതേപോലെ ന്യൂമറോളജിയുടെ ആണെന്ന് വരിയിൽ 500 രൂപ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 36 പേജുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കി ഈ ചാർട്ടിനകത്ത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് 12 ഹൗസ് ശുക്രനെ 12 ഹൗസിൽ ഓരോ ഹൗസിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ശുക്രനെ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുകൂലമോ ആയിട്ട് നിൽക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അല്ല അങ്ങനെയുള്ള പ്രഡിക്ഷന് അല്ല റിലേറ്റഡ് ആയിട്ടുള്ള ബൃഹനാടി, നക്ഷത്രാടി, വേദിക് അസ്ട്രോളജി ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രഡിക്ഷനോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമുള്ള ആൾക്കാർക്കും
കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെമഡിയും ഇതിൻ്റെ ഒടിയിൽ പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക. കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. കാരണം ഈ ശുക്രനെ പറ്റി ഇനിയും പറയാനാണ് ഒരുപാടുണ്ട്. ഇപ്പം തന്നെ അത് വീഡിയോ ഒരുപാട് ലോങ് ആയി പോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അത് ഇത്ര അത്യാവശ്യ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റാത്ത അത്ര ഒരു സൗഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ഗ്രഹമാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ശുക്രൻ എന്ന് പറഞ്ഞാൽ വാരിക്കോരി കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. അതേപോലെ നമ്മുടെ ഈ എല്ലാ മാസത്തെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നത്. കാരണം ഇതിനകത്ത് ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ നാളിനെ പറ്റി. അപ്പോൾ ഈ ഒരു ചാർട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏതൊക്കെ സ്റ്റാറുകാർക്ക് അല്ലെ ഏതൊക്കെ രാശിക്കാർക്ക് അല്ലെങ്കിൽ സപ്പോസ് ഏരീസ് ടോറസ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ രാശിക്കാർക്ക് ഇങ്ങനെ എല്ലാ 12 രാശിക്കാർക്കും ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് സപ്പോസ് സാമ്പത്തികം എങ്ങനെയാണ്, അല്ലെന്ന് വരില്ലേ ആരോഗ്യം എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ബന്ധങ്ങൾ ഓരോന്നിൻ്റെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ സ്റ്റാർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റാറിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഈ മാസം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഈ ആഴ്ച എങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇതിനകത്ത് വാട്സപ്പ് ചാനലുണ്ട്. അതുമല്ലെന്ന് വരും നിങ്ങൾക്ക് നമ്മുടെ ഈ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അതിൻ്റെ എല്ലാം ഇങ്ങനെ വരും. അപ്പോൾ അതുകൂടെ ഒന്ന് പറയുവാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മാറി 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 ഓരോ ഇത് വരുന്നതായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓരോ നാളുകാരുടെയും ശുക്രനായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ധനുരാശിയുടെ നക്ഷത്രാധിപനെന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. അതുപോലെ ഈ ധനുരാശിയിലെ നാളുകളെന്ന് നോക്കിക്കഴിഞ്ഞാൽ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂലത്തെ ഭരിക്കുക എന്നാണ് കേതുവാണ്, ചൊവ്വകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ പൂരാടത്തെ ഭരിക്കുക എന്നാണ് ശുക്രനാണ്, ബുധകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ ഈ ഉത്രാടത്തെ ഭരിക്കാവുന്ന സൂര്യനാണ്, ഗുരുകർമ്മയിൽപ്പെട്ടാണ്. അപ്പം നിങ്ങളുടെ ഈ കർമ്മ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവർക്ക് 3ലോട്ടാണ് ഈ ഒരു ശുക്രൻ്റെ ആയിട്ടുള്ള വരവ്. അപ്പം നിങ്ങൾക്ക് പല ആൾക്കാരും സഹോദരങ്ങളുമായിട്ടൊക്കെ അകന്നു കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ സഹോദരങ്ങൾക്കൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും സഹോദരങ്ങളുമായിട്ടൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ആൾക്കാർ അതെല്ലാം പറഞ്ഞു തീർന്ന് നല്ല സന്തോഷവും സ്നേഹവും കൂടെ ഉള്ള രീതി പോകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ നമ്മുടെ അയൽവക്കക്കാരുമായിട്ട് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും സൗന്ദര്യപ്പണക്കോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എന്ന് അവരെ കാണാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ രമ്യതയിൽ പോകാനും നല്ല സന്തോഷമായിട്ടുള്ള ഒരു അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകാൻ, നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, ചില പഴയ ഓർമ്മ പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, പൊതുവേ കുറേ നാളായിട്ട് അങ്ങനെ കാണാതിരുന്ന സുഹൃത്തുക്കളെയൊക്കെ കുറേ നാൾ കൂടി കണ്ടുമുട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളാണ് ഈ ഒരു സമയത്താണ്. മാത്രമല്ല നിങ്ങളെന്തെങ്കിലും വസ്തുവൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പുതിയ പ്രപ്പോസലൊക്കെ വരാനുള്ള സാധ്യത, നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ഹസ്ബൻഡ് വൈഫൊക്കെ നല്ല രീതിയിലുള്ള റിലേഷൻ ഉണ്ടാകാനും നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം ഉണ്ടാകാനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം, അതുപോലെ നല്ല ഉല്ലാസയാത്രയൊക്കെ പോകാൻ ഈ ആൾക്കാർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു സമയമാണ്. അതുപോലെ ബിസിനസ്സിൽ നല്ല എന്തെങ്കിലും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകാൻ, അതുപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യാൻ, പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നോക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ, അപ്പം നല്ല അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്ന് നല്ല ഉയർച്ച ഉണ്ടാകാൻ, അതുപോലെ കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അതിൽ നിന്നൊക്കെ ഉള്ള ബിസിനസ് പരമായിട്ടുള്ള ലാഭം, പുതിയ വർക്ക് കിട്ടാൻ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പൊതുവെ നല്ലതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു സമയത്ത് നിലവിലുള്ളത്. വിദ്യാഭ്യാസപരമായിട്ട് ചില ഹയർ എഡ്യൂക്കേഷൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്.
അപ്പം എന്തെങ്കിലും ഫോറിൻ ട്രാവൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, വിസയുടെ ഇമിഗ്രേഷൻ ക്ലിയറൻസിനൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്ന ആൾക്കാർക്ക് ആ ഇമിഗ്രേഷൻ ക്ലിയറൻസൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറി വിസ ഒക്കെ പാസ്സായി വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ IELTS അതേമാതിരിയൊക്കെ എന്തെങ്കിലും ഒക്കെ എക്സാമൊക്കെ എഴുതിയിരുന്ന ആൾക്കാർക്ക് അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല മാർക്കോട് കൂടി സ്കോർ ചെയ്യാനും വിദേശത്ത് പോകാനും എടുക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ശുക്രൻ്റെ മാറ്റത്തോടു കൂടി ഇപ്പോൾ കടന്നു വരുന്നത്. പിന്നെ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർക്ക്, ഹയർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആൾക്കാർക്ക് അത് തീസിസൊക്കെ പാസ്സാക്കാനും സബ്മിറ്റ് ചെയ്യാനും എടുക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടെയാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല ഈ പറഞ്ഞ മാതിരി ഉല്ലാസയാത്ര നടത്താനും വേറെ ഏതെങ്കിലുമൊക്കെ കൺട്രിയിലൊക്കെ ട്രാവൽ ചെയ്യാനും കൂടുതലായിട്ട് ട്രാവൽ ചെയ്യാനെടുക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള സമയം. അതുപോലെ നല്ല പ്രതീക്ഷിക്കാത്ത പല രീതിയിലുള്ള ലാഭവും, പ്രത്യേകിച്ചും തന്നെ ഷെയർ മാർക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാർ, ക്രിപ്റ്റോ ഫോറക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെയുള്ള ലാഭം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാനൊക്കെ ഉള്ള സാഹചര്യമാണ് ഈ ഒരു സമയത്ത് നിലവിലുള്ള. അപ്പം പൊതുവേ ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടാകാനും, നല്ല സോഷ്യൽ നെറ്റ്വർക്ക് വളർത്തിയെടുക്കാനും, അല്ലെങ്കിൽ പുതിയ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുമുട്ടാനും, റിക്കവർ ഫ്രം ദ ഇൽനെസ്, എന്തെങ്കിലും അസുഖങ്ങളായിട്ടൊക്കെ ഹോസ്പിറ്റലായിരുന്ന ആൾക്കാർക്ക് അതൊക്കെ മാറുക, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ മൂർച്ഛിച്ചിരുന്ന ആൾക്കാർക്ക് ആ അസുഖങ്ങൾ മാറി തിരിച്ച് വീട്ടിലെത്താൻ, ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലെത്താൻ, അങ്ങനെയൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സമയങ്ങൾ. അപ്പോൾ പൊതുവേ ഈ രാശിക്കാർക്ക് നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങളും, നല്ല ഫാമിലിക്ക്, നല്ല ഹസ്ബൻഡ് വൈഫിനൊക്കെ നല്ല സന്തോഷാനുഭവങ്ങൾ, നല്ല ഒരു ഫാമിലി ലൈഫ് വരാൻ, അതുപോലെ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് വൈഫാണെന്നതിൽ നാട്ടിൽ വന്ന് ഹസ്ബൻഡിനെ കാണാനോ ഹസ്ബൻഡ് വൈഫിനെയൊക്കെ കാണാനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല നല്ലതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ഇതിൻ്റെ റെമഡി ഉണ്ട്, റെമഡി കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക. കേട്ട് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ കുറേ കൂടെ മനസ്സിലാകും. ആ റെമഡി കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ വളരെ നല്ലതാണ്. നമ്മൾ ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ കേരളത്തിലെ ഒരു വേദിക അസ്ട്രോളജി മാത്രമല്ല, ഈ ഒരു അസ്ട്രോളജി സമ്പ്രദായത്തിലുള്ള KP അസ്ട്രോളജി, അതുപോലെ ബൃഹനാഡി, നക്ഷത്രനാഡി, അപ്പോൾ അങ്ങനെ പല ഈവൻ നാഡി അസ്ട്രോളജി മാത്രം തന്നെ 40 കൂടുതൽ നാഡി അസ്ട്രോളജികളുണ്ട്. അപ്പം അത് രാഹു കേതു അങ്ങനെ ഇങ്ങനെ പല ചന്ദ്രകല നാഡി പലതുണ്ട്. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരുപാട് സയൻസ് ഉണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രഡിക്ഷൻ ചെയ്യാനുള്ളത്. ഇപ്പോൾ തന്നെ ഒരു കുട്ടിക്ക് ഏതൊക്കെ സബ്ജക്റ്റിന് അല്ലെ എത്ര മാർക്ക്, ഏതൊക്കെ ക്ലാസ്, ഇന്ന ദശ നടക്കുമ്പോൾ എത്ര മാർക്ക് കിട്ടുമെന്ന് വരെ നമുക്ക് കറക്റ്റ് അറിയാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല ഇവരെന്തൊക്കെ ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ എന്തൊക്കെ പഠിപ്പിക്കണമെന്നുള്ള, അതുകൂടാതായി പറയുന്നത് എത്ര % മാർക്ക്, അതുകൂടാതെ ഏതൊരു ദശ നടക്കുന്നുണ്ടെങ്കിൽ ആരെ കല്യാണം കഴിക്കും, ഏത് കാറ്റഗറിപ്പെട്ട ആൾക്കാരെ ആയിരിക്കും കല്യാണം കഴിക്കുന്നതെന്ന് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഇവൻ പോലീസുകാരോ അല്ലെങ്കിൽ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ, അല്ലെങ്കിൽ നല്ല സുമുഖനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള ആൾ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ കാറ്റഗറിപ്പെട്ട ആളായിരിക്കും, ആ ഒരു ആൾ ഇന്ന സെക്ടറിലായിരിക്കും ജോബ് ചെയ്യാനുള്ള പോസിബിലിറ്റി, അങ്ങനെ വരെ നമുക്ക് പറയാനുള്ള ഒരു സയൻസ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ ചാൻസ് ഓഫ് ഡൈവേഴ്സ്, നിങ്ങൾക്ക് കല്യാണമായിട്ട് ഡൈവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ, അതല്ല എക്സ്ട്രാ മാറിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, വീടിനടുത്തുള്ള ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ, അതുമാതിരി നല്ലൊരു പ്രണയം, എങ്ങനത്തെ നല്ലൊരു പ്രണയം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ, അല്ല അഴുക്ക് ഇമ്മോറലി രീതിയിലുള്ള ചില റിലേഷൻഷിപ്പിൽ പോകാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കിയിരിക്കുക. ഈ ശുക്രനെ പോസിറ്റീവ് ആക്കാനെന്ന് പറഞ്ഞാൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്ക് അതിനകത്ത് ഏറ്റവും വലിയ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ വൈഫിൻ്റെ കാലിഞ്ഞെക്കി കൊടുക്കുക, അല്ലെന്നൊരിക്കൽ വൈഫിനെ നല്ല രീതിയിൽ നോക്കുക എന്ന് പറഞ്ഞാൽ, വൈഫ് എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ റേഡിയേഷനാണ്. പ്രത്യേകിച്ച് 12-24 ഇടയ്ക്കുള്ള പെൺകുട്ടികൾ ശുക്രൻ്റെ റേഡിയേഷനാണ്. അതുമല്ല എല്ലാ ലേഡീസിൻ്റെയും നമ്മൾ ജീവഗ്രഹം, അതായത് നമ്മളിപ്പോൾ ഒരു ആണുങ്ങളെ ആണെന്നൊരു വ്യാഴത്തെ നോക്കിയാണ് പലതും പ്രഡിക്റ്റ് ചെയ്യുന്നത്. വ്യാഴമാണ് ആണുങ്ങളെ സംബന്ധിച്ചാണ് ആണുങ്ങളുടെ ജീവഗ്രഹം. അതുപോലെ ലേഡീസിൻ്റെ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് ശുക്രൻ നോക്കണം. ശുക്രൻ എന്നാൽ ലേഡീസിൻ്റെ റേഡിയേഷനാണ്. അപ്പം ഈ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അവരവരുടെ വൈഫിനെ നല്ല സന്തോഷമായിട്ട് വെക്കുക.
അത് മെയിനായിട്ട് പല ആൾക്കാരും അറിയത്തില്ല. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പോയിട്ട് വൈഫിനെ ചീത്ത വിളിച്ച് നല്ല വൈഫിൻ്റെ സന്തോഷമോ കാര്യങ്ങളോ ഒന്നും പിടിച്ചു പറ്റാനോ എടുക്കാനോ ഇല്ലാതെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരോട് എന്തെങ്കിലും വഴക്ക് കാര്യങ്ങൾ ഉണ്ടാക്കുക. അതല്ല, അതെന്ന് പറഞ്ഞാൽ ശുക്രൻ നെഗറ്റീവ് ആകാൻ പോലും വൈഫിൻ്റെ കണ്ണുനീര് താഴെ വീഴും. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഒരു ലേഡിയുടെ കാലെങ്ങാണ്ട് വന്നിച്ചു എന്ന് പറഞ്ഞു. അതത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു ആചാരമാണത്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ലേഡീസൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ ആ ഒരു രീതിയിലൊക്കെ കാണുന്ന സമ്പ്രദായങ്ങളൊക്കെ പലയിടത്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് ഈ ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞത്. അതപ്പോൾ അവരുടെ പാർട്ട് ഓഫ് കൾച്ചറായിട്ട് തന്നെ ഗ്രോ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അമ്പലത്തിലെ തൈര് ദാനം ചെയ്യുക. അമ്പലത്തിലെന്നല്ല, ഏത് ആരാധനാലയങ്ങളിലും ഇപ്പോൾ പള്ളിയിലാണെന്നൊരു മോസ്കിൽ അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള അവരവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് തൈര് ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതേമാതിരി ആരാധനാലയമല്ല, ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധരെ, മുടന്തരെ, അതുപോലെ തൂപ്പുകാർ, ലേബർ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് മോര് ദാനം ചെയ്യുക, അല്ലെങ്കിൽ തൈര് ദാനം ചെയ്യുക, മോരും വെള്ളം ദാനം ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉള്ള പല രീതി. അത് ശുക്രനെ മാത്രമല്ല, പ്രത്യേകിച്ച് ഈ ചന്ദ്രനെ കൂടെ പോസിറ്റീവാക്കാൻ ഉപകരിക്കുന്നതാണ് മോരും വെള്ളം ദാനം ചെയ്യുക എന്നുള്ളത്. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമെന്ന് പറഞ്ഞാൽ ഈ ഒരു റേഡിയേഷനെപ്പെട്ടാണ്, ചന്ദ്രൻ്റെ റേഡിയേഷനെപ്പെട്ടാണ് പല ആൾക്കാർക്കും വയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും കൂടെ ഒക്കെ പ്രശ്നം കൊണ്ട് ഈവൻ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ പല ആയിട്ടുള്ള പ്രശ്നങ്ങൾ മെഡിക്കൽ സ്റ്റോറേജ് പ്രകാരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കർമ്മം ചെയ്യുക എന്നുള്ളത് വളരെ നല്ലതാണ്. എന്തായാലും ദാനധർമ്മമാണ്, അതുകൊണ്ട് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മുടെ നെയ്യില്ലാത്ത തിലകം തൊടുന്നത് വളരെ നല്ലതാണ്. വെണ്ണ ദാനം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള. അതുപോലെ വെള്ള വസ്ത്രം ദാനം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ല കാര്യമാണ്. പിന്നെ 12-നും 24-നും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് അവർക്ക് എന്തെങ്കിലും മേക്കപ്പ് സെറ്റ്, അല്ലെങ്കിൽ കൺമഷി, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുങ്ങാനുള്ള സാധനങ്ങൾ, ഈവൻ ഡ്രസ്സ് പോലും നല്ല അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുങ്ങാനുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഡിയേഷൻ ഉള്ളതാണ്. അതുപോലെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്ന് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള ഏറ്റവും ഒരു നല്ല കാര്യമാണ്. അതുപോലെ പശുവിന് 3 പഴം വെച്ച് കൊടുക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ല ഇതാണ്. ശുക്രനും കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ് പശുവിന് 3 പഴം ദാനം ചെയ്യുന്നത്. അതുപോലെ അവരവർ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ നിങ്ങൾക്ക് നെയ്യ് ദാനം ചെയ്യാം. നെയ്യ് ദാനം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. അതുപോലെ വെള്ള വസ്ത്രം ദാനം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതേമാതിരി ശുക്രൻ്റെ മൂലമന്ത്രമുണ്ട്, ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ആ മൂലമന്ത്രം 108 ഉരു വെച്ചിട്ട് ഡെയിലി ജപിക്കുക എന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. അത് കുളിക്കുന്ന ഉടനെ ഒരു ചെറിയൊരു ശകലം തൈര് വെള്ളത്തിലിട്ടിട്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ തൈര് അല്ല. അതുപോലെ ക്രിസ്റ്റൽ മാല കഴുതലിട്ട് നടക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനൊക്കെ ഉള്ള ഏറ്റവും ഒരു കർമ്മമാണ്. ഭൈരവ ലക്ഷ്മി വ്രതം എടുക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ്. പിന്നെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അല്ല റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മൊബൈൽ ന്യൂമറോളജി, മിസ്റ്റിക് ട്രയാങ്കിൾ, അല്ലെങ്കിൽ വേദിക് അസ്ട്രോളജി, അല്ലെങ്കിൽ ലാൽ കിതാബ്, ബൃഹനാടി, നക്ഷത്രനാടി, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഈവൻ വാസ്തുവിന് പോലും ഇന്ന് ഒരിടത്തും പോകേണ്ട കാര്യമില്ല. നമുക്കൊന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫ്രം ഫിംഗർ ടിപ്പ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രം അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വാസ്തു വരെ കണ്ടുപിടിക്കാനുള്ള സംവിധാനവും നമ്മുടെ സാറ്റലൈറ്റ് ത്രൂ ഉള്ള പല കാര്യങ്ങളും ജിയോജബ്ര സോഫ്റ്റ്വെയർ, പല സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതോടെ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ വേണ്ടുന്ന രീതിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ബർത്ത് ചാർട്ട് കിട്ടും. ജസ്റ്റ് ഒരു 50 പേജുള്ള PDF ഫയൽ നമുക്ക് അയച്ചു തരാൻ പറ്റും. അത് ഗൂഗിൾ പേ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇത് ഇട്ട് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ബാക്കി കാര്യങ്ങളും, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം, പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്, ഇത്ര കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഡേയ്സിനകത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ അതിൻ്റെ റിപ്ലൈ കിട്ടുന്നതാണ്. പിന്നെ
ഇത് കൂടാതെ മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള 36 പേജിൻ്റെ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെന്നതിൽ 500 റുപ്പീസിന് കിട്ടുന്നതാണ്. നിങ്ങളുടെ മൊബൈലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ അറിയാൻ പറ്റും. ബാക്കി ഇത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് ഇതിനകത്ത് കോൺടാക്റ്റ് ചെയ്യാനായിട്ടൊരു വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട്.